ഞാൻ ജനിച്ചിട്ട് ഇതുവരെ കാണാത്തൊരു ഫ്രൂട്ടാണ് ദാ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം അത് ഉറപ്പായിരിക്കും. പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഒരുപാട് പെൻഡിങ് പരിപാടികളുണ്ട്. കാര്യം ഏറ്റ പരിപാടികൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നാം പാതി ദൈവം പാതി എന്നല്ലേ. അപ്പൊ ടുഡേ ക്ഷേത്ര ദർശനത്തിന് ഞാൻ മാത്രമല്ല, കൂടാതെ ഈ പ്രാന്തിയും കൂടെ ഉണ്ട്. ഇതിനും കൂടെ കൊണ്ടുവന്നില്ലേ പിന്നെ എനിക്ക് ചെവിതലയാക്കാൻ പറ്റത്തില്ല. കുഞ്ഞിലേ തന്തപ്പടി ശീലിപ്പിച്ച ഒരു കാര്യമാണ് ഈ പഴവങ്ങാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ശ്രീകണ്ഠേശ്വരത്ത് പോകണമെന്നുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് പെൻഡിങ് അവിടെയും ഉണ്ട്. എല്ലാവരും കൂടെ അനുഗ്രഹിച്ച് എന്നെ അങ്ങോട്ട് നന്നാക്കി അങ്ങ് ഇല്ലാണ്ടാക്കണം. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശ്രീകണ്ഠേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാര്യം ഞാൻ പണ്ട് കുഞ്ഞിലെ ശിവരാത്രിക്ക് 108 വട്ടം വലം വയ്ക്കാൻ വേണ്ടി ഇവിടെയാണ് വരുന്നത്. അമ്പലത്തിൽ പോയാൽ ഞാൻ എണ്ണ വാങ്ങിച്ച് ഒഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ കാണിക്കിടാറില്ല. എന്തോ എനിക്കത് പണ്ടേ ഞാൻ നിർത്തിയൊരു പരിപാടിയാണ്. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞേൽപ്പിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ നേരെ പോയത് പോത്തീസിലേക്കാണ്. അവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് തള്ളിയതാണ്. പക്ഷെ ഒരു തേങ്ങയും ഇല്ലായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട് കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായി. പിന്നെ ചായയും നല്ല ചൂട് ബജിയും ചമ്മന്തിയും കൂടെ. ഒന്നും നോക്കിയില്ല, കണ്ണടച്ച് അങ്ങോട്ട് വെട്ടിക്കയറ്റി. പോത്തീസിൽ പോയാൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റിംഗ് ഏരിയയാണ്. അപ്പം കണ്ട ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ പേരെന്താന്ന് ഒരു പിടിയില്ല. ആർക്കെങ്കിലും അറിയാൻ കമന്റ് ചെയ്യാം കേട്ടോ.